ഹാപ്പി ബർത്ത്ഡേ നമ്മളിന്ന് പിറന്നാളിന് ഹാപ്പി ബർത്ത്ഡേ. എവിടെ പോവാ? അമ്പത്തി ഏതമ്പലത്തിലാ? ചോറ്റാനിക്കര അമ്പലത്തിൽ. നമുക്ക് പോവാന്നാ? ഓക്കെ. ഒരു അമ്മയ്ക്ക് ഒരു കൊടുക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ അന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വെച്ചു. രാവിലെ എഴുന്നേക്കാനായിട്ട് ഇത്തിരി ലേറ്റായി പോയി. നൈറ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിൽ കുറച്ചുറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഗ്രൗണ്ട് നിറയെ വണ്ടിയാണ്. പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ വണ്ടിയായിരുന്നു. ഒരു വിധത്തിൽ ഒരു വണ്ടി പോയപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി നമ്മൾ അവിടെ ഇട്ടു. എന്നിട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. അമ്പലത്തിനകത്തേക്ക് നടന്നു വന്നപ്പോൾ തന്നെ മനസ്സിലായി അന്യായ തിരക്കായിരിക്കും എന്ന്. സൺഡേ ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് ഇത്രയും മാത്രം ആളൊന്ന് വന്നത് കേട്ടോ. ഇട ദിവസങ്ങളിലൊന്നും ഇത്ര ആളൊന്നും ഇവിടെ കാണാറില്ല. ഇവിടെ കണ്ടോ, നമ്മുടെ ആ ക്യൂവിൽ നിറയെ ആളാണ്. അപ്പുറത്ത് പുറത്തോട്ടുള്ള ക്യൂവിലോട്ടും നിറയെ ആളാണ്. 11 മണിയായപ്പം നട അടച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരക്കിയപ്പോൾ 11:30 ഇനി തുറക്കുകയുള്ളൂ, അപ്പോഴേ അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളോർത്തന്ന് അവിടെ അധികം നേരം നിൽക്കണ്ട, എന്നിട്ട് അവിടെ ചുറ്റമ്പലങ്ങളൊക്കെ കറങ്ങി അതിനുശേഷം കീഴ്ക്കാവിലോട്ട് ഞങ്ങൾ പതുക്കെ പോയി. കീഴ്ക്കാവിൽ പോയി അവിടെയൊക്കെ തൊഴുത് പതുക്കെ വന്നപ്പം ഏകദേശം 11:30 അടുത്ത്. പിന്നെ അവിടെ ക്യൂവിൽ പോയി നിൽക്കുമായിരുന്നു. നമ്മളന്ന് ആ മകൻതൊഴിലിൻ്റെ വീഡിയോ ഇട്ടപ്പം അന്ന് കുറച്ച് പേര് നമ്മളോട് പറഞ്ഞായിരുന്നു, എന്നിട്ട് ചോറ്റാനിക്കര അമ്പലത്തിലെ കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ അമ്പലത്തിൻ്റെ ആ ചുറ്റുവട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. കീഴ്ക്കാവിലോട്ടൊക്കെ കുറച്ച് കാണിക്കുന്നുണ്ട്. കീഴ്ക്കാവിനുള്ളിലോട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ല. അതുകൊണ്ട് ഉള്ളിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കീഴ്ക്കാവിൻ്റെ അങ്ങോട്ടൊന്നും നമ്മളങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. പുറമേ ഉള്ള ഏരിയയൊക്കെ മാത്രമേ ഉള്ളൂ വീഡിയോ എടുത്തിട്ടുള്ളൂ. അന്നു പതുക്കെ കീഴ്ക്കാവിലോട്ട് നടക്കുക. അപ്പോഴാണ് അവിടെ വെടിവഴിപാടുണ്ട്. അപ്പോൾ വെടിവഴിപാടിൻ്റെ അവിടുത്തെ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് പുള്ളി ചെവിയൊക്കെ പൊത്തിയ നടന്നു പോണേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് കീഴ്ക്കാവിലോട്ടാണ് കേട്ടോ. അപ്പോൾ കീഴ്ക്കാവിലാണ് ഇവിടുത്തെ ഗുരുതി എല്ലാം നടത്തി വരുന്നത്. നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല, ഫോണുമായിട്ട് ക്യാമറ ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ കീഴ്ക്കാവിൽ തൊഴുത് ഇറങ്ങി വരുന്ന സൈഡാണ്. അപ്പോൾ അവിടെ ഒരു വലിയ ആലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വഴിപാടുകളൊക്കെ കഴിക്കാൻ തൊട്ടിലൊക്കെ കെട്ടിയിടാറൊക്കെ ഉണ്ട്. പല വഴിപാടുകളിൽ പിള്ളേരുണ്ടാകാനായിട്ടും അങ്ങനെയൊക്കെ തൊട്ടിലൊക്കെ ഉണ്ടാക്കിയിടുന്ന വഴിപാടുകളൊക്കെ അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ സമയം 11:30 ആകാറായപ്പോൾ നമ്മൾ വന്ന് ക്യൂവിൽ നിന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോഴും. ഞാനിപ്പോൾ അപ്പുറത്ത് മാറി നോക്കിയപ്പോൾ ഇവിടെ വഴിപാട് ചെയ്യാനായിട്ട് പറ നിറയ്ക്കാനായിട്ടൊക്കെ ഇതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. വരുന്ന പറ നിറയ്ക്കേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് നിറച്ചാൽ മതി. ഇത് തൊഴുത് ഇറങ്ങി വരുന്നതാണ്. നമുക്ക് തൊഴുത് അപ്പോൾ ഇറങ്ങി വരാറായപ്പോൾ ഞാൻ പുറത്ത് പോയി നിന്നായിരുന്നു. ഞാൻ അകത്തോട്ട് കയറിയില്ലായിരുന്നു. ധന്യയും കൊച്ചും മാത്രമേ ഉള്ളൂ ഉള്ളിലോട്ട് കയറിയുള്ളായിരുന്നു. അപ്പോൾ അവർ പതുക്കെ ഇറങ്ങി വന്ന്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പുറത്ത്. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് ഇവിടെ ചോറ്റാനിക്കര അടുത്ത് തന്നെയുള്ള ബേക്കറി വന്നു. ഇവിടെ കയറി ഒരു കേക്കൊക്കെ ബുക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ പേരൊക്കെ എഴുതിപ്പിക്കാനായിട്ട് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തു.
ഞങ്ങൾക്കെല്ലാം അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ചെറുതായിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. അന്നു ചെറിയൊരു ഐസ്ക്രീമൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു കള്ള് ഷാപ്പിലെത്തിയത്. അപ്പം നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും കൊച്ചും കൂടെയാണ് ഞങ്ങൾ പോയത്. ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനകത്ത് കാണാം ഈ ഹൃദയം എന്ന ഷാപ്പിനെ കുറിച്ച്. അപ്പം നമ്മൾ അവിടെ വെച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അനുവിന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇങ്ങനെ വെമ്പി നിൽക്കുമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു കേക്ക് കട്ട് ചെയ്യണ്ടേ എന്നൊക്കെ. നമ്മൾ പിന്നെ അവിടുന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തു. ഫുഡിനെ കുറിച്ചുള്ള ഫുഡിൻ്റെ വീഡിയോ കാര്യങ്ങളും എല്ലാം നമ്മൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച സാധനം തന്നെ കഴിക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് അത്യാവശ്യം കഴിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ ഹൃദയം ഷാപ്പിൽ. നമ്മളത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോന്നു. പിന്നെ നമ്മളിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു നല്ല പാടത്തിൻ്റെ സൈഡിൽ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് കുറച്ച് സമയം അവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നിരുന്നു കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. എന്താ പറയുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. നമ്മൾ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വല്ലാണ്ട് വന്നപ്പോഴാണ് നമ്മളിവിടെ ഒന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ വന്നിരുന്ന് കുറച്ച് കരിമ്പും ജ്യൂസും ഒക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയായിരുന്നു. നമ്മളപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ട സപ്പോർട്ടുകളെല്ലാം തരണം. വരുന്ന വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. അപ്പം എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.